നമ്മുടെ സബ്ജക്റ്റ് ഹിജായ അക്ഷരങ്ങളാകുന്ന 28 അക്ഷരങ്ങൾക്ക് മുന്നിൽ ഈ സുക്കൂനുള്ള നൂനും ഈ തെൻവീനും വന്നാൽ ഈ നൂനിനെയും തെൻവീനിനെയും എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അറബി 28 അക്ഷരങ്ങൾക്ക് മുന്നിൽ സുക്കൂനുള്ള നൂന്, അതേ സാക്കിനത്തായ നൂനും ഈ തെൻവീനും വന്നു കഴിഞ്ഞാൽ ഈ നൂനിനെയും തെൻവീനിനെയും എന്ത് ചെയ്യണം എന്നതാണ് വിഷയം. ഇതിനെ 5 രൂപത്തിൽ നമുക്ക് വേർതിരിക്കാം. 5 നിയമങ്ങളായിട്ട് അതിനെ വേർതിരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. ഒന്നാമത്തത് അൽ ഇൽഹാർ എന്ന് പറയും. എന്ന് വെച്ചാൽ വ്യക്തമാക്കുക. അൽ ഇൽഹാർ വ്യക്തമാക്കുക. ആരെ വ്യക്തമാക്കണം? സുക്കൂനുള്ള നൂനിനെയും തെൻവീനിനെയും വ്യക്തമാക്കണം. എപ്പോൾ വ്യക്തമാക്കണം? ഈ സുക്കൂനുള്ള നൂനിന്റെയും തെൻവീനിന്റെയും ശേഷം തൊട്ട് പിന്നിൽ ഈ 6 അക്ഷരങ്ങൾ ഹുറൂഫുൽ ഹൽഖ് എന്ന് നാം ആദ്യമേ പഠിച്ചു വെച്ച ഈ 6 അക്ഷരങ്ങൾ ഹംസ് ഹ ഐനു ഹ ഗൈൻ ഖ, ഈ 6 അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് വന്നാൽ സുക്കൂനുള്ള നൂനിനെയും തെൻവീനിനെയും വ്യക്തമായി ഉച്ചരിക്കണം. ഇതാണ് ഇൽഹാർ. ശ്രദ്ധിക്കുക. ഹുറൂഫുൽ ഹൽഖ് എന്ന് നേരത്തെ നാം പഠിച്ച ഹുറൂഫുൽ ഹൽഖ് എന്നും ഹുറൂഫുൽ ഇൽഹാർ എന്ന പേരിലും അറിയപ്പെടുന്ന ഹംസ് ഹ ഐനു ഹ ഗൈൻ ഖ എന്നീ 6 അക്ഷരങ്ങൾക്ക് മുന്നിൽ സുക്കൂനുള്ള നൂനോ തെൻവീനോ വന്നു കഴിഞ്ഞാൽ നൂനിനെയും തെൻവീനിനെയും വ്യക്തമാക്കണം. വ്യക്തമായി ഓതിടേണം തൻവീനൂനു സാകിനെ ഹംസ് ഹാഉം ഐനു ഹാഉം ഗൈനു ഖാഉം പിന്നിലായി. വ്യക്തമായി ഓതിടേണം തൻവീനൂനു സാകിനെ ഹംസ് ഹാഉം ഐനു ഹാഉം ഗൈനു ഖാഉം പിന്നിലായി. ഇനി നമുക്ക് അതിന് ഉദാഹരണം ശ്രദ്ധിക്കുക. 1, സാക്കിനത്തായ നൂനിന്റെ തൊട്ട് പിന്നിൽ ഈ ഹംസ വന്നിരിക്കുന്നു. ഇവിടെ സാക്കിനത്തായ നൂനിന്റെ തൊട്ട് പിന്നിൽ ഈ ഹ വന്നിരിക്കുന്നു. ഇവിടെ സാക്കിനത്തായ നൂനിന് തൊട്ട് പിന്നിൽ ഐന് വന്നിരിക്കുന്നു. ഇവിടെ തെൻവീനിന് ശേഷം ഈ ഹാ വന്നിരിക്കുന്നു. ഇവിടെയും തെൻവീനിന് ശേഷം ഈ ഗൈന് വന്നിരിക്കുന്നു. ഇവിടെയും തെൻവീനിന് ശേഷം ഈ ഖാ വന്നിരിക്കുന്നു. അപ്പോൾ സാക്കിനത്തായ നൂനിന്റെയും തെൻവീനിന്റെയും തൊട്ട് പിന്നിൽ ഈ 6 അക്ഷരങ്ങൾ വന്നിരിക്കുന്നു. അങ്ങനെ വന്നാൽ നൂനിനെയും തെൻവീനിനെയും വ്യക്തമായി ഓതണം. ഉദാഹരണം യൻ ഔന മിൻഹും മിൻ അമൽ അലീമുൻ ഹകീം ഖൗലൻ ഗൈറു ലത്തീഫുൻ ഖബീർ. ഇനി രണ്ടാമത്തെ നിയമം ഇഖ്ലാബ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുക. ഈ നിയമം ഇദ്ഹാറിന്റെ നിയമം പഠിച്ച നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇഖ്ലാബിന്റെ നിയമം പഠിക്കാൻ കഴിയും. അതുപോലെ മറ്റുള്ള നിയമങ്ങളും. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുക. ആരെ മാറ്റിമറിക്കണം? സുക്കൂല നൂനിനെയും തെൻവീനിനെയും. എപ്പോൾ മാറ്റിമറിക്കണം? തൊട്ട് പിന്നിൽ ബ എന്ന അക്ഷരം വന്നാൽ. ബ എന്നോരക്ഷരത്തിൻ മുന്നിലായി മുന്തി നൂനും തെൻവീനും മാറ്റി മീമായി മണിച്ചോതുവീൻ. സുക്കൂനുള്ള നൂനിന്റെയും തെൻവീനിന്റെയും തൊട്ട് പിന്നിൽ ബ എന്ന അക്ഷരം വന്നാൽ നൂനിനെയും തെൻവീനിനെയും മീമാക്കി മറിച്ച് മണിച്ചോദണം. ശ്രദ്ധിക്കുക. സാക്കിനത്തായ നൂനിന്റെയോ തെൻവീനിന്റെയോ തൊട്ട് പിന്നിൽ ബ എന്ന അക്ഷരം വന്നിരിക്കുന്നു. കണ്ടോ? അങ്ങനെ കണ്ടാൽ ഈ നൂനിനെയും ഈ തെൻവീനിനെയും മീമാക്കി മറിച്ച് മണിച്ചോദണം. ഈ മീമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇതിന്റെ വാല് താഴോട്ട് തൂങ്ങിയായിരിക്കും നിൽക്കുക.
നേരത്തെ നാം ഒരു മീമിനെ പറ്റി പഠിച്ചു. അൽ മീമുൽ മബ്സൂത്ത, വഖഫ് ചെയ്യാൻ നിർബന്ധമായ മീമിനെ, അതായത് വാല് നീണ്ട മീമായിരിക്കും. അത് വാല് നീണ്ടത്. ഇതങ്ങനല്ല, വാല് താഴോട്ട് തൂങ്ങിയ മീമ, വാല് തൂങ്ങിയ മീമ. ഇതിനാണ് ഇഖ്ലാബ് എന്ന് പറയുക. നോക്കൂ, മിം ബഅദി, ഇവിടെ നൂനിന് ശേഷം ബാ വന്നിരിക്കുന്നു. അപ്പോൾ നൂനിനെ മീമാക്കി മറിച്ചു മണിച്ചോതുക. നൂനിനെ ശബ്ദത്തിൽ കൊണ്ടുവരാൻ പാടില്ല, പക്ഷെ എഴുത്തിൽ ഈ നൂന് വേണം. ഇവിടെ നോക്കൂ, തെൻവീന് ശേഷം ബാ വന്നിരിക്കുന്നു. അപ്പോൾ തെൻവീനിനെ മീമാക്കി മറിച്ച് മണിച്ചോദനം. അപ്പോഴും തെൻവീനിനെ ഉച്ചാരണത്തിൽ കേൾക്കുകയില്ല. സമീഉം ബസീർ, മിം ബഅദി ലയുംബദന്ന, സമീഉം ബസീർ എന്നെല്ലാം പറയുന്നത് പോലെ